നമസ്കാരം. പടവുകളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഇലക്ട്രോണിക് മേഖല എന്ന് പറയുന്നത്. അവിടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കിടയിൽ എല്ലാം ഉണ്ട്. അത്തരത്തിലൊരു സ്ഥാപനത്തിലാണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത്. മഞ്ചേരിയിലെ മാഗ്നസ് എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. പക്ഷേ മാഗ്നസ് എന്ന സ്ഥാപനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. +2 ശേഷം കുറഞ്ഞ കാലയളവിൽ പഠനവും സമ്പാദ്യവും അത് കഴിഞ്ഞ് ജോലിയും ഉറപ്പു നൽകുന്നു എന്നുള്ളതാണത്. സ്വാഗതം. നമുക്ക് മാഗ്നസിലേക്ക് പോകാം. മാഗ്നസിൻ്റെ MD നിസാർ അമീൻ നമ്മോടൊപ്പം തന്നെയുണ്ട്. വെൽക്കം സർ. സർ, ആദ്യം തന്നെ ചോദിക്കാനുള്ളത് എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഈ മാഗ്നസ് എന്ന സ്ഥാപനത്തിൻ്റെ തുടക്കം എന്നുള്ളതാണ്. ആദ്യമായി മാഗ്നസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കർണാടകയിലെ മാംഗ്ലൂർ എന്ന സ്ഥലത്താണ്. 2008 മാഗ്നസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഏകദേശം 16 വർഷത്തോളമായി മാഗ്നസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇന്ന് കാണുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിലൊന്നല്ല ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സർവീസ് സെൻറ്റർ, സ്മാർട്ട് ഫോൺ ടെക്നോളജിയിലൊരു സർവീസ് സെൻറ്റർ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാംഗ്ലൂർ. സാർ ഇപ്പോൾ പറഞ്ഞു ആദ്യം സർവീസ് സെൻ്റർ ആയിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത് എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇതൊരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നത്? അത് ഞങ്ങൾ വരുന്നത് 2011 എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ടൈമിൽ മഞ്ചേരിയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാഗ്നസിൻ്റെ വരുന്നത്. ഇന്ന് ഇന്ത്യയിൽ 12ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഏകദേശം 70-ൽ കൂടുതൽ സർവീസ് സെൻ്ററുകളും മാഗ്നസിനുണ്ട്. അതുപോലെ 1000-ൽ കൂടുതൽ സർവീസ് സെൻ്ററുകളിലായിട്ട് ടൈപ്പും മാഗ്നസിനുണ്ട്. പ്രത്യേകമായിട്ട് മൊബൈൽ ടെക്നോളജിയാണ് ഇവിടെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം ഈ മാഗ്നസിൻ്റെ കോഴ്സുകളിലേക്ക് വന്നാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഈ കോഴ്സിൻ്റെ കാലാവധിയൊക്കെ അതൊക്കെ എങ്ങനെയാണ്? മാഗ്നസിൻ്റെ 2 ടൈപ്പ് കോഴ്സുകളാണുള്ളത്. ഒന്ന് 20 മാസത്തെ ഒരു കോഴ്സ്, മറ്റൊന്ന് 22 മാസത്തെ ഒരു കോഴ്സ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഡിപ്ലോമയും അതിൻ്റെ കൂടെ സ്പെഷ്യൽ സ്കില്ലായിട്ട് സ്മാർട്ട് ഫോൺ ടെക്നോളജിയും കൂടെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാത്രം പഠിക്കുന്നതുകൊണ്ട് ഒരു കുട്ടിക്കൊരു സ്പെഷ്യലൈസ് ചെയ്ത് സ്കില്ല് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ സ്മാർട്ട് ഫോൺ ടെക്നോളജിയും അതുപോലെ ലാപ്ടോപ്പ് ടെക്നോളജിയും പഠിപ്പിച്ചിട്ട് അവരെ സ്കിൽഡാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൂടെ കുട്ടികൾക്ക് പെട്ടെന്ന് ജോബ് കിട്ടാനും അവരുടെ കരിയർ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനും അവരുടെ കരിയർ ഫാസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മാഗ്നസ് ഇതിലൂടെ നൽകുന്ന ഒരു ഗ്യാരണ്ടി, കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും 100% ജോബ് ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഈ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ചെയ്യുന്ന 100% കുട്ടികൾക്ക് ജോബ് ഗ്യാരണ്ടി നമ്മൾ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നോട്ടറി ചെയ്ത് ഉറപ്പ് നൽകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ജോബ് ഗ്യാരണ്ടി നിങ്ങൾ എൻഷുർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാറുണ്ട്? ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി കിട്ടാറുണ്ടോ? 20 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 22 മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ജോബ് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആർക്കും തന്നെ ജോലി കിട്ടാത്തതായിട്ട് ആരുമില്ല, നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കുട്ടിയെ ഇത്രയും ഷോർട്ട് ടൈമിൽ സ്കിൽഡ് ആക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് നമ്മൾ മാഗ്നസിൽ വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് കണ്ടും കേട്ടും ചെയ്തും പഠിക്കാനുള്ളൊരു സൗകര്യമാണ് മാഗ്നസ് ഒരുക്കുന്നത്. ഇപ്പം പല കോഴ്സുകളും നോക്കുകയാണെങ്കിൽ നമുക്ക് തിയറി മാത്രം പഠിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അതിൽ പ്രാക്ടിക്കൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു 22 മാസമാണ് ഒരു കോഴ്സിൻ്റെ കാലാവധി എന്നുള്ളത്. അതിൽ ഇവർക്ക് പ്രാക്ടിക്കൽ സെഷൻസ് ഏത് മാസം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക? അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാറുണ്ടോ? മെയിനായിട്ട് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ് നമ്മുടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ വരുന്നത്. ഓരോ മൊഡ്യൂളുകളായിട്ടാണ് നമ്മളിതിനെ തിരിച്ചിട്ടുള്ളത്. ഒരു തിയറി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അതിനോട് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. തിയറി സ്റ്റാർട്ടിങ്ങിൽ തിയറി കൊടുത്തിട്ട് പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ കൊടുത്തിട്ട് അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ടും കേട്ടും ചെയ്തും പഠിക്കുക എന്നുള്ളൊരു രീതിയിലാണ് മാഗ്നസിൻ്റെ ട്രെയിനിങ്. ഈ മൊഡ്യൂളുകളിൽ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ലെവലിൽ ഒരു 8 മാസത്തെ ബേസിക് ട്രെയിനിങ്ങും
പിന്നീട് 12 മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ്ങുമാണ് കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ 8 മാസത്തെ ബേസിക് ട്രെയിനിങ്ങിൽ കുട്ടിയെ ഈ രീതിയിൽ കണ്ടും കേട്ടും ചെയ്തും പഠിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ബേസിക് ട്രെയിനിങ് തന്നെ ഉള്ളത്. ദെൻ 12 മാസം ഫുള്ളി നമ്മുടെ സർവീസ് സെൻറ്റർ ഓറിയൻറ്റഡ് പ്രാക്ടീസാണുള്ളത്. അതിൽ കുട്ടി വർക്ക് എക്സ്പീരിയൻസ്, ബിസിനസ് എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, ഈ 3 സ്കില്ലും കൂടെ കുട്ടിക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഈ 3 ഏരിയയിലും കുട്ടി സ്കിൽഡ് ആകും. അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ച എങ്ങനെയാണ് ഇത്രത്തോളം ആളുകൾക്ക് ജോബ് കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് 1000-ഓളം, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, 1000-ഓളം സർവീസ് സെൻറ്ററുകളായിട്ട് ടൈപ്പ് ഉണ്ട്. അതുപോലെ പിന്നെ ഓൺ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട് ഓൺ സർവീസ് സെൻറ്ററുകളുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പഠനത്തോടൊപ്പം സമ്പാദ്യശീലം വളർത്തുക അല്ലെങ്കിൽ സമ്പാദ്യം ഉറപ്പാക്കുക എന്നൊരു കാര്യം കൂടെ മാഗ്നസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാക്കുന്നത്? ഈ 22 മാസത്തെ നമ്മുടെ കോഴ്സ് ഡ്യൂറേഷനിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ട്രെയിനിങ്ങും ഓൺ ജോബ് ട്രെയിനിങ്ങും എന്നുള്ള രീതിയിലാണ് കോഴ്സിന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓൺ ജോബ് ട്രെയിനിങ് സമയത്ത് 1,20,000 രൂപ വരെ സ്റ്റൈപ്പൻഡായിട്ട് കുട്ടികൾക്ക് നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് പ്ലേസ്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ഹൈ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സാലറി എങ്ങനെയായിരിക്കും? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 40,000 രൂപ വരെ സ്റ്റാർട്ടിങ് സാലറി എന്നാണ് പറയുന്നത്. അതായത് 20,000 മുതൽ 40,000 രൂപ വരെ സ്റ്റാർട്ടിങ് സാലറി. അത് സ്റ്റാർട്ടിങ് സാലറി മാത്രമാണ്. അത്രയും ക്വാളിറ്റിയിലുള്ള ഒരാളായിരിക്കും. ലാംഗ്വേജ്, ബിസിനസ് എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ്, ഈ 3 ക്വാളിറ്റിയുള്ള ആളുകളായിരിക്കും ഈ 20 മാസം അല്ലെങ്കിൽ 22 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന ആളുകൾ. അപ്പോൾ ഈ 22 മാസം ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന, മാഗ്നസിൽ പഠനം പൂർത്തിയാക്കുന്ന ഒരാൾക്ക് 40,000 വരെ സ്റ്റാർട്ടിങ് സാലറി ലഭിക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അതായത് ഈ കോഴ്സിൽ ചേരാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ഒപ്പം തന്നെ ഫാക്കൽറ്റീസിനെ കുറിച്ചുകൂടി, ആരൊക്കെയാണ് ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്, അവരെ നിങ്ങൾ ഹയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ആ കാര്യങ്ങൾ കൂടി. ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ +2 കഴിഞ്ഞ ആളുകൾക്കാർക്കും 90% മാർക്കുള്ള കുട്ടികൾക്കും 60% മാർക്കുള്ള കുട്ടികൾക്കും, ആവറേജ് ആൻഡ് എബോവ് ആവറേജ് എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഈ കോഴ്സ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ അതിലേക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ രീതിയിലാണ് കുട്ടികൾക്ക് പഠനം വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്നില്ല. നമ്മൾ വീട്ടിൽ പോയിട്ട് കാണാതെ പഠിക്കേണ്ടത്, നമ്മൾ സ്കൂളിലേക്ക് പ്രിപ്പറേഷൻ ചെയ്യേണ്ട പോലെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. സ്ഥാപനത്തിൽ തന്നെ അവർ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോകാം. ഒരിക്കലും ഇത് കാണാതെ പഠിക്കേണ്ട ഒരു വിഷയങ്ങളല്ല, പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കേണ്ട വിഷയങ്ങളാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫാക്കൽറ്റീസ് എല്ലാം നമ്മുടെ മാഗ്നസിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. മാഗ്നസിൽ പഠിച്ച് മാഗ്നസിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകളാണ് ഇതിൽ ഫാക്കൽറ്റികളായിട്ട് ഉള്ളത്. കാരണം അവർ പഠിച്ച് വളർന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് കാരണമാണ് നമ്മൾ മാഗ്നസിൻ്റെ സ്റ്റുഡൻസിനെ തന്നെ ഫാക്കൽറ്റീസായിട്ട് എടുക്കുന്നത്. പറഞ്ഞു കേരളത്തിൽ 12 ഇടങ്ങളിലാണ് നിങ്ങൾക്ക് സ്ഥാപനം ഉള്ളത്. അപ്പം ഇവിടെയൊക്കെ ഈ പല ഭാഗത്തു നിന്നും വരുന്ന കുട്ടികളായിരിക്കുമല്ലോ, അവർക്ക് വേണ്ട അക്കോമഡേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും. അക്കോമഡേഷൻ ഫ്രീ ആണ്. നമ്മൾ അക്കോമഡേഷൻ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ പോയി വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, 1 hour 2 hour ഒക്കെ യാത്ര ചെയ്യേണ്ട ആളുകൾക്ക് മാഗ്നസിൽ നിന്നുകൊണ്ട് പഠിക്കാം, അവർക്ക് താമസിച്ച് പഠിക്കാം. അതിനുള്ള സൗകര്യങ്ങൾ മാഗ്നസ് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? ഇപ്പം ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സാംസ് എഴുതിയിട്ടാണ് ഇവാലുവേഷൻ നടക്കുക എന്ന് പറയാം. പക്ഷെ ഇവിടെ അത് പോസിബിൾ ആകില്ലല്ലോ. എക്സാം എഴുതിയിട്ട് അതിന് മാർക്ക് ഇടുക എന്നുള്ളത് മാഗ്നസിൽ പോസിബിൾ ആകത്തില്ല. അപ്പം ഇവിടെ എങ്ങനെയാണ് എക്സാമിനേഷൻ നടക്കുന്നത്? എക്സാമിലുപരി നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ നമുക്കൊരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഈ പഠന രീതി കാരണം, അതായത് കണ്ടും കേട്ടും ചെയ്തും പഠിക്കുക എന്നുള്ളത് കാരണം ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ പഠിച്ചെടുക്കുന്ന സമയത്ത് പല ആളുകളും മനസ്സിലാക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവർ മാഗ്നസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാഗ്നസിൻ്റെ ഒരു സ്പെഷ്യൽ വിങ് R&D ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അവരാണ് നമ്മുടെ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഓരോ കുട്ടികളും, ഓരോ ബ്രാഞ്ചിലെയും ഓരോ കുട്ടികളുടെയും ക്വാളിറ്റി എൻഷുവർ ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് കൊടുത്തിട്ടും സ്പെഷ്യലായിട്ട് പിന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുത്തിട്ടും അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമെന്നുള്ളത്.
പഠിക്കാൻ ലക്ഷ്യം വെച്ചിട്ട് പഠിക്കാൻ ജീവിതം രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിച്ച ഒരാൾ മാഗ്നസിൽ വന്നു കഴിഞ്ഞാൽ അവനെ ഏത് രീതിയിലും പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് മാഗ്നസിൻ്റെ ഒരു പ്രത്യേകത. ടെക്നോളജി ഏരിയ ആണ്, ഓരോ ദിവസവും അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ സിലബസിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ 2008 ഈ സ്ഥാപനം ആരംഭിച്ചത്, ഇപ്പോൾ 2024 ആയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിനിടയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് അടക്കം മാറിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ സിലബസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ കാലാവധിയൊക്കെ എങ്ങനെയാണ്? എത്ര സമയം എടുത്തായിരിക്കും ചെയ്യുക? ഇലക്ട്രോണിക്സ് മേഖലയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ ടെക്നോളജി, ഈ ലാപ്ടോപ്പ് ടെക്നോളജി, ഈ സ്മാർട്ട് ഫോൺ മേഖലയിൽ വൻ കുതിപ്പാണ്. ഓരോ ദിവസവും പുതിയ അപ്ഡേഷനുകളായിട്ട് ഓരോ കമ്പനികൾ ഫോണുകൾ ഇറക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ 2008 സ്റ്റാർട്ട് ചെയ്ത ഒരു സിലബസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും 2024 പഠിപ്പിക്കാൻ കഴിയില്ല. ഈ മേഖലയിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കൊരു സ്പെഷ്യൽ വിങ് R&D ഡിപ്പാർട്ട്മെൻറ്റ് കമ്പനിക്കുണ്ട്. അത് ചൈനയിലും ഇന്ത്യയിലും ആയിട്ടാണ് നമ്മുടെ ടീമുള്ളത്. ഈ R&D ടീം ചൈനയിലും ഇന്ത്യയിലും ആയിട്ടാണ് നമ്മുടെ ടീമുള്ളത്. ചൈന ഓഫീസുണ്ട് കമ്പനിക്ക്. ഇന്ന് വേൾഡിൽ എന്ത് അപ്ഡേഷൻ, ഈ മേഖലയിൽ എന്ത് അപ്ഡേഷൻ വന്നിട്ടുണ്ടോ അത് നമ്മളെ സിലബസിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ R&D ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ഡ്യൂട്ടി ഒന്ന് സിലബസ് അപ്ഡേഷനാണ്. അതുപോലെ മറ്റൊന്ന് നമ്മുടെ ഓരോ കുട്ടികളുടെയും, ഓരോ ബ്രാഞ്ചിലെ ഓരോ കുട്ടികളുടെയും ക്വാളിറ്റി എൻഷുവർ ചെയ്യുക, അവരെ മാഗ്നസ് ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയിലേക്ക് എത്തിക്കാം. അതിനെന്താണ് അവർക്ക് കുറവ് അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ട് ആ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിലബസ് അപ്ഡേഷന് സ്പെഷ്യൽ വിങ്. ഈ മാഗ്നസിൽ ജോയിൻ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. അപ്പം ഈ +2 കഴിഞ്ഞ് ഇവിടെ എത്തുന്നൊരു കുട്ടിയിൽ എന്തൊക്കെ കരിയർ മാറ്റങ്ങളാണ് മാഗ്നസ് നൽകുക? +2 കഴിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 17 വയസ്സായിട്ടുണ്ടാവും ആ കുട്ടിക്ക്. അപ്പോൾ +2 കഴിഞ്ഞൊരു കുട്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം +2 വരെ മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. കാരണം ഒരു രീതിയിൽ പ്രയാസപ്പെട്ട ആളുകളൊന്നും പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ പ്രയാസപ്പെട്ട പോലെ ഞങ്ങൾ കുട്ടികളെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് വെച്ചിട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അത് കാരണം ഈ കുട്ടികൾക്ക് ലൈഫ് എന്താണെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഭൂരിപക്ഷം കുട്ടികളും. കഷ്ടപ്പാടറിയില്ല, ലൈഫ് അറിയില്ല. അപ്പോൾ മാഗ്നസിൽ വരുന്നതോട് കൂടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാം. അതായത് 17 വർഷം എൻ്റെ മാതാപിതാക്കൾ എന്നെ എങ്ങനെ നോക്കി എന്നുള്ളത് കുട്ടി മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ഒരു 22 മാസത്തെ കോഴ്സിലാണ് പല ആളുകളും മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഡ്രസ്സ് അവർ വാഷ് ചെയ്ത്, കാരണം വീട് വിട്ട് നിൽക്കുകയാണ്. 12 മാസം എന്തായാലും നിർബന്ധമായിട്ടും വീട് വിട്ടിട്ട്, നാട് വിട്ടിട്ട് കുട്ടി എന്ത് ചെയ്യണം, നമ്മൾ സർവീസ് സെൻറ്റർ പ്രാക്ടീസിൽ നിൽക്കണം. അതുപോലെ ഫുഡ് കുക്ക് ചെയ്യണം, ഫുഡ് പാകം ചെയ്യണം. അപ്പോൾ അതായത് വീട്ടിൽ അച്ഛനമ്മമാർ ചെയ്യുന്ന എല്ലാ ജോലിയും കുട്ടി ചെയ്യണം എന്നുള്ളതാണ്. അതിലൂടെ കുട്ടി മനസ്സിലാക്കുകയാണ് എത്ര വർഷം എൻ്റെ പാരൻ്റ് എന്നെ എങ്ങനെയാണ് വളർത്തിയത് എന്നുള്ളത് കുട്ടി മനസ്സിലാക്കുകയാണ്. സ്നേഹം ഒന്നുകൂടെ കൂടും. ഈ ഒരു ബേസിക് ട്രെയിനിങ് ടൈമിൽ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് 12 മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ്. അപ്പോൾ ഈ ഒരു 20 അല്ലെങ്കിൽ 22 മാസത്തെ ഈ ട്രെയിനിങ്ങിൽ ടോട്ടലായിട്ട് ഇലക്ട്രോണിക്സിൽ, അതുപോലെ സ്മാർട്ട് ഫോൺ ടെക്നോളജിയിൽ, ഇതിലെല്ലാം കുട്ടികളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ ബിസിനസ് ക്ലാസ്സുകൾ കൊടുക്കും, അത് ലൈഫ് സ്കിൽ ട്രെയിനിങ് കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ, അതുപോലെ ലാംഗ്വേജ്, ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് എക്സ്പെർട്ട് ആവുക 12 മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ്ങിലാണ്. 12 മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ്ങിലേക്ക് ആളെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് 8 മാസത്തെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് ടൈമിൽ കമ്പനി ഉദ്ദേശിക്കുന്നത്. 22 മാസം കൊണ്ട് ആൾ വർക്ക് എക്സ്പീരിയൻസും ബിസിനസ് എക്സ്പീരിയൻസും ലാംഗ്വേജും അതുപോലെ ലൈഫ് സ്കില്ലും നേടിയിട്ടുള്ള ഒരാളായി മാറുക. 19ാമത്തെ വയസ്സിൽ 40,000 രൂപ വരെ സ്റ്റാർട്ടിംഗ് സാലറി വാങ്ങുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ ഡിഗ്രിക്ക് പോയ ആളുകളുണ്ടാവും, മറ്റുള്ള കോഴ്സുകളിലേക്ക് പോയ ആളുകളുണ്ടാവും. 19ാമത്തെ വയസ്സിലും അവൻ ഡിഗ്രിക്ക് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾ 3rd ഇയറിലായിരിക്കും പഠനം നടത്തിക്കൊണ്ട്. അപ്പോഴേക്ക് മാഗ്നസിൽ ജോയിൻ ചെയ്തൊരു കുട്ടി എന്തായി, അവൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത്, കരിയർ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ഒരു 2 വർഷം കൂടെ ഒക്കെ ആൾ നിന്ന് കഴിഞ്ഞാൽ ആൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ലക്ഷങ്ങൾ സമ്പാദിക്കാം. ഈ ഒരു ലെവലിലേക്ക് ആൾ അപ്ഡേറ്റ് ആവും എന്നുള്ളതാണ് മാഗ്നസിൻ്റെ കോഴ്സിൻ്റെ ടോട്ടലായിട്ടുള്ളൊരു പ്രത്യേകത.
നമുക്കറിയാം വിദേശത്തടക്കം മാഗ്നസിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ലാംഗ്വേജ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. എത്ര ലാംഗ്വേജസ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്? ഇവിടെ മെയിൻലി നമ്മൾ ഹിന്ദി ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. ഹിന്ദി ഇംഗ്ലീഷ് ഈ 2 ലാംഗ്വേജിലും കുട്ടികളെ സംസാരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ആ ഒരു ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത. ഓരോ വർഷവും 4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞ് ഇരിക്കുന്നുണ്ട്. അപ്പം +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി മാഗ്നസിൽ വരുമ്പോൾ എനിക്ക് എന്ത് അഭിരുചി ഉണ്ട് എന്നുള്ളത് ആ കുട്ടി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഏത് അഭിരുചിയുള്ള കുട്ടികൾക്കാണ് ഈ മാഗ്നസിലെ കോഴ്സ് ചെയ്യാൻ അഭികാമ്യം? ആക്ച്വലി +2 കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ മാഗ്നസിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് ലൈഫ് സെറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കും മാഗ്നസിൽ വരാമെന്നുള്ളതാണ്. ഇതിന് 90% മാർക്കുള്ള ആളുകൾക്ക് വരാം, ആവറേജ് മാർക്കുള്ള ആളുകൾക്ക് വരാം. മാർക്കോ കാര്യങ്ങളോ ഒന്നും അതിന് അടിസ്ഥാനമല്ല, ആഗ്രഹം മാത്രമാണ് വേണ്ടത്. സാറ് പറഞ്ഞതുപോലെ തന്നെ +2 കഴിഞ്ഞ് ഏതൊരു കുട്ടിക്കും ഇവിടെ വന്നിട്ട് കോഴ്സ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ടെക്നോളജിയാണ് പഠിപ്പിക്കുന്നത്. ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും വരേണ്ട ഒരു മേഖലയാണ്. ഇപ്പം അതിലൊട്ടും അറിവില്ലാത്തൊരു കുട്ടി ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ എങ്ങനെയായിരിക്കും ഈ സ്ഥാപനം മോൾഡ് ചെയ്തെടുക്കുന്നത്? അവർക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കും? യഥാർത്ഥത്തിൽ നമ്മളെ സ്കൂൾ പഠനത്തിൽ നമ്മളറിയാതെ പഠിക്കുന്നുണ്ട്. 7ാം ക്ലാസ് മുതൽ സയൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന 7ാം ക്ലാസ് മുതൽ നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്നുണ്ട്. കാരണം സയൻസിൽ ഫിസിക്സിൻ്റെ ഒരു പാർട്ടാണ് ഇലക്ട്രോണിക്സ്. ഫിസിക്സ് എന്ന് വന്നിട്ടുള്ളൊരു സംഭവമാണ്, ഫിസിക്സിൻ്റെ ഒരു പാർട്ടാണ് ഇലക്ട്രോണിക്സ്. ഇത് പഠിച്ചു വരുന്നുണ്ട് നമ്മൾ 7ാം ക്ലാസ് മുതൽ. അതെന്താണെന്നുള്ളത് കുട്ടികൾ ഇവിടെ വരുന്ന സമയത്ത് കണ്ടും കേട്ടും ചെയ്തും പഠിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ഇതായിരുന്നു ഞാൻ ഇത്ര കാലം പഠിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുമെന്നുള്ളതാണ്. അപ്പോൾ താല്പര്യം എന്നുള്ളതിലുപരി, അറിവ് എന്നുള്ളതിലുപരി ആ അറിവ് നേടാൻ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് താല്പര്യവും കാര്യങ്ങളും അറിവും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുന്ന് കിട്ടും. ആ രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ് മെത്തേഡ് ഉള്ളത്. ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമയും ഒപ്പം തന്നെ സ്മാർട്ട് ഫോൺ ടെക്നോളജിയുമാണ് മാഗ്നസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധ്യത എത്രത്തോളമാണ്? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേഖലയും സ്മാർട്ട് ഫോൺ ടെക്നോളജിയും നമ്മൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആരാണുള്ളത് അല്ലേ? അതായത് ചെറിയ കുട്ടികൾ മുതൽ എല്ലാ ആളുകളും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ മനുഷ്യൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയിട്ടുള്ളത്. നമ്മളൊരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് മൊബൈൽ നമ്പറാണ്. പഴയ കാലങ്ങളിൽ അഡ്രസ്സ് ചോദിച്ചതിന് പകരം ഇപ്പോൾ നമ്മൾ മൊബൈൽ നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ആയി മാറിയിരിക്കുക. മനുഷ്യന്മാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇതിന് സ്കോപ്പുണ്ട്, സാധ്യതകളുണ്ട്. അപ്പോൾ എത്രത്തോളം പോപ്പുലേഷൻ ദിനം പ്രതി പോപ്പുലേഷൻ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയുടെ സ്കോപ്പും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ മേഖലയുടെ പ്രത്യേകത. അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ അനവധി സാധ്യതകൾ ഉള്ളൊരു ഫീൽഡാണ്. ഇപ്പം മറ്റൊരു കാര്യമെന്ന് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ, അതായത് +2 10ാം ക്ലാസ് കഴിയുന്നു, +2 കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിയുന്നു, PG കഴിയുന്നു. അപ്പം ആ ഒരു കുട്ടിയിൽ അത്രയും പഠനകാലത്തിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കയ്യിലുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ +2 കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മാഗ്നസ് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയായിരിക്കും? സർട്ടിഫിക്കേഷനിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ UGC അംഗീകരിച്ച സർട്ടിഫിക്കറ്റ്, യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും, അതുപോലെ സ്മാർട്ട് ഫോൺ ടെക്നോളജിയിൽ NSTC നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സർട്ടിഫിക്കേഷനും, അതുപോലെ കമ്പനിയുടെ മാഗ്നസിൻ്റെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമാണ് കാലയളവ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ 4 സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതോടുകൂടി, അതായത് UGC സർട്ടിഫിക്കേഷനും NSTC സർട്ടിഫിക്കേഷനും മാഗ്നസിൻ്റെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കേഷനും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും 12 മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ്ങിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഇത് ലഭിക്കുന്നതോടുകൂടി വേൾഡിലെ ഏത് കമ്പനികളിലും കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് കയറാൻ പറ്റുമെന്നുള്ളത്, ജോലിക്ക് കയറാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ്റെ ഒരു പ്രത്യേകത. 12 സ്ഥാപനങ്ങളാണ് മാഗ്നസിന് ഉള്ളത് എന്ന് പറഞ്ഞു. അത് കേരളത്തിന് പുറത്തുണ്ടോ? 12 ട്രെയിനിങ് സെൻറ്ററുകളാണ്. അത് കേരളത്തിലും അതുപോലെ തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നീ സ്ഥലങ്ങളിലാണ് 12ഓളം ട്രെയിനിങ് സെൻറ്ററുകൾ. അതുപോലെ 70-ൽ കൂടുതൽ സർവീസ് സെൻറ്ററുകൾ, ഓൺ സർവീസ് സെൻറ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ 1000-ഓളം സർവീസ് സെൻറ്റേഴ്സിനായിട്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം ഇന്ത്യയിൽ, ടോട്ടലായിട്ട് ഇന്ത്യയിലാണ് നമ്മൾ പറയുന്നത്. അതുപോലെ കമ്പനിക്ക്
പുറം രാജ്യങ്ങളിലും, അതായത് ഒമാൻ, സൗദി എന്നീ രാജ്യങ്ങളിലും ഓൺ സർവീസ് സെൻ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നത് മാഗ്നസ് എന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളാണ് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥാപനങ്ങളിലെല്ലാം മാഗ്നസ് എന്ന് ഇറങ്ങിയ കുട്ടികളാണ്, കംപ്ലീറ്റ് ചെയ്ത കുട്ടികളാണ് ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും സമയം സംസാരിച്ചത് മാഗ്നസ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ചും അതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചുമാണ്. എന്തായാലും വളരെ നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ടും ഹൈലൈറ്റ് ആയിട്ടും തോന്നുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ +2 കാലഘട്ടം കഴിഞ്ഞ ഉടൻ തന്നെ ചുരുങ്ങിയ കാലയളവിൽ 40,000 രൂപ വരെ ആദ്യം സമ്പാദിക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു കരിയർ സെക്യൂരിറ്റിയാണ് മാഗ്നസ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ എപ്പിസോഡ് കാണുന്ന ഓരോ വിദ്യാർത്ഥിക്കും രക്ഷിതാക്കൾക്കും ഈ എപ്പിസോഡ് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ്. നന്ദി.